വെൽക്കം ബാക്ക്. നമ്മൾ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനകത്ത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സെക്ഷനാണ് നമ്മൾ നോക്കി അല്ലേ. അതെന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു പ്രോബ്ലം എങ്ങനെയാണെന്നും പറഞ്ഞു. സോ നോക്കി എങ്ങനെയാണ് പ്രോസസ്സിൻ്റെ അക്കൗണ്ട് വരയ്ക്കണേ. നമുക്ക് പ്രോബ്ലം ചെയ്യാം. ചുമ്മാ ഒന്ന് പറഞ്ഞിട്ട്, ദാറ്റ് മീൻസ് പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത് യൂണിറ്റ് ആൻഡ് എമൗണ്ട് അല്ലേ. യൂണിറ്റ് എന്ന് പറയുന്ന കോളത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ യൂണിറ്റ് എഴുതി, നമ്മൾ എമൗണ്ട് എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്തേ, മെറ്റീരിയൽസ് എത്രയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു, അതിൻ്റെ യൂണിറ്റ് എഴുതി അല്ലേ, അതിൻ്റെ എമൗണ്ട് മെൻഷൻ ചെയ്തു. കൂടാതെ ഏതൊക്കെയാണോ ലേബറോ എക്സ്പെൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണോ നമ്മൾ ഈ പ്രോസസ്സിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതിനെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് നോർമൽ ലോസ് എത്രയാണോ ആ നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് നമ്മൾ മെൻഷൻ ചെയ്യുന്നു അല്ലേ. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നോർമൽ ലോസിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടാവുകയാണെങ്കിൽ മാത്രം ആ എമൗണ്ട് നമുക്ക് ഇവിടെ എഴുതാം. സപ്പോസ് സ്ക്രാപ്പ് വാല്യൂസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് ഇവിടെ എഴുതാം, പക്ഷെ അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്യാൻ പാടില്ല. ഇനി എന്ത് ചെയ്താ, യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എത്രയാണെന്ന് നോക്കണം. ആ യൂണിറ്റ്സ് എഴുതാം. എന്നിട്ട് അബ്നോർമൽ ഗെയിൻ ആണോ അബ്നോർമൽ ലോസ് ആണോ എന്ന് നോക്കണം. അബ്നോർമൽ ഗെയിൻ ആണെങ്കിലും അബ്നോർമൽ ലോസ് ആണെങ്കിലും അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തേ പറ്റൂ, സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചേ പറ്റൂ അല്ലെ. ഇനി യൂണിറ്റ് ട്രാൻസ്ഫർ ചെയ്തതിന്റെ വാല്യൂ കാണണം, അല്ലെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ അബ്നോർമൽ ഗെയിനോ അബ്നോർമൽ ലോസോ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ കൂടെ കാണണം. എങ്ങനെ നമ്മൾ ചെയ്തേ, ടോട്ടൽ കോസ്റ്റ്, മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, ഈ പറയുന്ന ടോട്ടൽ കോസ്റ്റിൽ നിന്ന് ഏത് മൈനസ് ചെയ്തു, നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ മൈനസ് ചെയ്തു അല്ലെ. ഡിവൈഡഡ് ബൈ ഈ പറയുന്നത് പോലെ യൂണിറ്റ്സ് നമുക്ക് മൈനസ് ചെയ്യാം. ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണെന്ന് കിട്ടും. ആ കോസ്റ്റ് തന്നെ അബ്നോർമൽ ഗെയിൻ ആണെങ്കിലും അബ്നോർമൽ ലോസ് ആണെങ്കിലും യൂണിറ്റ്സ് അടുത്തതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തതാണെങ്കിലും നമുക്ക് അതിലോട്ട് എഴുതാം. ചെയ്ത കാര്യം മനസ്സിലായല്ലോ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർമൽ ലോസുമായിട്ട് പ്രോസസ് കോസ്റ്റിംഗുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ചെയ്തത്. നമുക്കൊരു പ്രോബ്ലം കൂടെ നോക്കാം. അത്യാവശ്യം കുറച്ച് വലിയ പ്രോബ്ലമാണ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന വലിയൊരു പ്രോബ്ലം. ഇവിടെ നോക്കി, product X is obtained after it passes through three distinct processes, process 1, process 2 and process 3. You are required to prepare the process account from the following information. നോക്കി, ഫസ്റ്റ് മെറ്റീരിയൽ എത്രയാ, 5200, സെക്കൻഡ് പ്രോസസ്സിനകത്ത് 3960 ആൻഡ് തേർഡ് വൺ 5924. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ, ഡയറക്റ്റ് വേജസ് പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓരോന്നിന്റെയും എത്രയാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ടോട്ടൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് 18,000. സോ ഓരോ പ്രോസസ്സിനകത്തും മെറ്റീരിയലും ഉണ്ട്, ലേബറും ഉണ്ട്, ഓവർഹെഡ്സും ഉണ്ട്. ഓവർഹെഡ്സ് പറഞ്ഞിട്ടില്ല, അത് നമുക്ക് നോക്കാം, എന്തെങ്കിലും ക്ലൂ തന്നിട്ടുണ്ടാവും. പറഞ്ഞിരിക്കുന്നത് നോക്കി, 1000 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് 6 per unit വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ പ്രോസസ് 1. അതായത് പ്രോസസ് 1-നകത്ത് 1000 യൂണിറ്റ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ പ്രോസസ് 1 the production overhead is to be distributed at 100% of direct wages. So direct wages എത്രയാണോ 100% of direct wages എന്ന് പറഞ്ഞാൽ എന്താ, ഡയറക്റ്റ് വേജസ് എത്രയാണോ അത്രയും തന്നെ ഏതും കൂടെ വരും, പ്രൊഡക്ഷൻ ഓവർഹെഡ്സും കൂടെ വരും. ദാറ്റ് മീൻസ് ഇവിടെ 4000, ഇവിടെ 6000 ആൻഡ് ഇവിടെ 8000 അങ്ങനെ തന്നെ വരും. മനസ്സിലായോ, ചെയ്ത കാര്യം മനസ്സിലായല്ലോ. ഇനി നോക്കി, യൂണിറ്റ്സ് ആക്ച്വൽ ഔട്ട്പുട്ട്, അതായത് ഫസ്റ്റ് 950 ഉള്ളൂ ഔട്ട്പുട്ട്. ആദ്യത്തെ പ്രോസസ്സിൽ നിന്ന് 950 യൂണിറ്റ്സ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ നോർമൽ ലോസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 5% ആണ് നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1000 യൂണിറ്റാ അല്ലെ. പ്രോസസ് 1-നകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1000 യൂണിറ്റാ. അതിന്റെ 5% എന്തായിട്ട് വരും, നോർമൽ ലോസ് ആയിട്ട് വരും, 5%. ഓക്കെ, ആ 5% നോർമൽ ലോസ് നമ്മൾ സെയിൽ ചെയ്യുന്ന എത്ര രൂപയ്ക്കാ, 4 രൂപയ്ക്കാ. മനസ്സിലായോ. That means 1000 into 5% എന്ന് പറയുമ്പോൾ എത്ര വരും, 50 യൂണിറ്റ്സ് വരും അല്ലേ. സോ നോർമൽ ലോസ് 50 യൂണിറ്റ്സ് ആണ്, ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് 950 ആണ്. ഇനി രണ്ടാമത്തെ നോക്കി, പ്രോസസ് 2-ൽ നിന്ന് 840 യൂണിറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. നോർമൽ ലോസ് 10% ആണ്. ദാറ്റ് മീൻസ് ആ സെക്കൻഡ് പ്രോസസ്സിലോട്ട് എത്ര യൂണിറ്റ് ആണോ വരുന്നത്, എങ്ങനെയാ, ആ സെക്കൻഡ് പ്രോസസ്സിലോട്ട് എത്ര യൂണിറ്റ് ആണോ വരുന്നത് അതിന്റെ 10% നമുക്ക് എന്തായിട്ട് പോകും, നോർമൽ ലോസ് ആയിട്ട് പോകും. മനസ്സിലായോ. ആൻഡ് ദ തേർഡ് വൺ പ്രോസസ് 3, ഈ പറയുന്നത് പോലെ 750 ആണ്, അതിവിടെ 15% നോർമൽ ലോസ് വരും. ഈ നോർമൽ ലോസിന് സ്ക്രാപ്പ് വാല്യൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന നേരത്ത് നോക്കി, ഫസ്റ്റ് വൺ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന നേരത്ത് ആദ്യത്തെ നോക്കി, പ്രോസസ് 1-നകത്ത്
1000 യൂണിറ്റ് ആണ് മെറ്റീരിയൽ അല്ലെ. ഒരു യൂണിറ്റിന് എത്ര രൂപ നിരക്കില്ല? 6. അങ്ങനെയാണ് 6000 രൂപ നമുക്ക് എന്ത് പറഞ്ഞേ? മെറ്റീരിയലിന്റെ എമൗണ്ട് പറഞ്ഞു. കൂടാതെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് അനുസരിച്ച് ഒരു അഡീഷണൽ മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട് 5200, ലേബർ 4000 പറഞ്ഞിട്ടുണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡ് 4000 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് 19200 വരും. ഇനി ചെക്ക് ചെയ്യാനുള്ളത് എന്തിന്റെ കോളോ? ഈ യൂണിറ്റ്സിന്റെ കോളോ. അതായത് 1000 യൂണിറ്റ്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ 1000 യൂണിറ്റ്സിന്റെ 50 യൂണിറ്റ് എന്തായിട്ട് പോകും? നോർമൽ ലോസ് ആയിട്ട് പോകും. ബാക്കി 950 യൂണിറ്റ് അടുത്ത പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏതുണ്ടാവാനുള്ള സാധ്യതയില്ല? അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിനോ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. മനസ്സിലായി? സോ അവിടെ ഈ നോർമൽ ലോസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കണം. നോക്കി, നോർമൽ ലോസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എത്ര രൂപയ്ക്കാ? 4 രൂപയ്ക്ക് നോർമൽ ലോസ് സെയിൽ ചെയ്യുന്നുണ്ട്. സോ ആ 50 യൂണിറ്റ് 4 രൂപ സെയിൽ ചെയ്താൽ നമുക്ക് എത്ര രൂപ വരും? 200 റുപ്പീസ് വരും. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതായത് 19200 ആണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കണേ. അതിനകത്ത് നിന്ന് 200 എന്തായിട്ട് പോകും? 200 എന്തായിട്ട് പോകും? പോവല്ല, നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് 200 റുപ്പീസ് നമുക്ക് തിരിച്ചു കിട്ടും അല്ലെ. ഡിവൈഡഡ് ബൈ 1000 യൂണിറ്റ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ലെസ് 50. ചെയ്യുന്ന നേരത്ത് നമുക്ക് എത്ര രൂപ വരും? നോക്കി, പെർ യൂണിറ്റ് 20 രൂപ വരും. മനസ്സിലായി? 19000 രൂപയാണ് ചെലവ് പറഞ്ഞേ 950 യൂണിറ്റിന്. ഇവിടെ എന്തില്ല? നോർമൽ ലോസോ അബ്നോർമൽ ലോസോ ഇല്ല. ചെയ്ത കാര്യം മനസ്സിലായോ? ഇതേപോലെ തന്നെ ഇനി പ്രോസസ് 2 തന്നെ നോക്കാം. പ്രോസസ് 2 950 യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രോസസ് 1ൽ നിന്ന് വരുന്നത് 950 യൂണിറ്റ്സ് ആണ് അല്ലെ. അത് എത്ര രൂപയാ? 19000. അഡീഷണലി നോക്കി, മെറ്റീരിയൽ പറഞ്ഞിട്ടുണ്ട്, ലേബർ പറഞ്ഞിട്ടുണ്ട്, ഓവർഹെഡ് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നോർമൽ ലോസ് എത്ര? നോർമൽ ലോസ് 10% ആണ് നോർമൽ ലോസ് നമ്മളോട് പറഞ്ഞേ. സോ ഇൻറ്റു 950 എത്ര വരും? 95 യൂണിറ്റ്സ് നമുക്ക് നോർമൽ ലോസ് ആയിട്ട് വരും അല്ലെ. സോ നോർമൽ ലോസ് 95 വന്നു. ട്രാൻസ്ഫർ ടു പ്രോസസ് അക്കൗണ്ട് 840 യൂണിറ്റ്സ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് 840 യൂണിറ്റ്സ് ആണ് അടുത്തതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നോക്കി, ഡിഫറൻസ് നോക്കി, 950 ഇൻട്രൊഡ്യൂസ് ചെയ്തത് മൈനസ് 840 ട്രാൻസ്ഫർ ചെയ്തു, മൈനസ് 95 നോർമൽ ലോസ് വന്നു. എന്നാലും എഗെയിൻ ഒരു 15 കൂടെ ബാലൻസ് വരും. അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അബ്നോർമൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? ആ 15നെ നമുക്ക് അബ്നോർമൽ ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണേ? നോക്കി, ടോട്ടൽ കോസ്റ്റ് കണ്ടോ? 34,960 ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് പറഞ്ഞത്. ആ ടോട്ടൽ കോസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യാം? നമുക്ക് കിട്ടിയ 760 സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയ 760 രൂപ നമുക്ക് മൈനസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റാ? 950 യൂണിറ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നോർമൽ ലോസ് ആയിട്ട് 95 പോയി. സോ മൈനസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് പെർ യൂണിറ്റ് എന്ന് പറയുന്ന സാധനം വരും. പെർ യൂണിറ്റ് അതായത് ഒരു യൂണിറ്റിന് 40 രൂപ വരും. ഇത് നോക്കിയേ, 15 യൂണിറ്റ് ആണ് അബ്നോർമൽ ലോസ്. സോ 15 × 40 ചെയ്യാം. ഇവിടെ 840 യൂണിറ്റ്സ് ആണ്. സോ 840 × 40 ചെയ്യാം. മനസ്സിലായോ? ചെയ്ത് മനസ്സിലായല്ലോ? ഓക്കെ. ആൻഡ് ലാസ്റ്റ് വൺ, പ്രോസസ് 3. ഇവിടെ നോക്കി, ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് 2 840 ആണ് പറഞ്ഞത്. സോ 840യുടെ 15% ആണ് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കണേ? നോർമൽ ലോസ് ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കണേ അല്ലെ. പിന്നെ പറഞ്ഞത് അഡീഷണൽ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ലേബർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഓവർഹെഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. മനസ്സിലായി? അത്രയും കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നോർമൽ ലോസ് നോക്കി ഈ പറയുന്നത് പോലെ അടുത്തതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എത്രയാണെന്ന് നോക്കി. അങ്ങനെ നോക്കുന്ന നേരത്ത് ദാറ്റ് മീൻസ് 840 മൈനസ് 126 മൈനസ് 750 ചെയ്യുന്ന നേരത്ത് നമുക്ക് മനസ്സിലായി ഇവിടെ നോർമൽ ലോസിനേക്കാൾ താഴെയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്ന ലോസ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അബ്നോർമൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്നിട്ട് നോർമലി നമ്മൾ ചെയ്തതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ്, ഇതുവരെയുള്ള ടോട്ടൽ കോസ്റ്റ് മൈനസ് നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ്ഡ് 840 മൈനസ് 126 നോർമൽ ലോസ് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഒരു യൂണിറ്റിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടും.
ദാറ്റ് മീൻസ് 76 rupees ആണെന്ന് കിട്ടും. അബ്നോർമൽ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? 76 into 36. ഇവിടെ വരുമ്പോൾ 750 ആണ് ട്രാൻസ്ഫർ ചെയ്യണേ. സോ 750 into 76 ചെയ്താൽ മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ പ്രോസസ് അക്കൗണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പ്രോസസ് അക്കൗണ്ടിനകത്ത് പഠിക്കാനുള്ളൂ. ഒറ്റ കാര്യമേ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലായവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് നോർമൽ ലോസ് എന്ന് പറയുന്നതിന് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ മൈനസ് ചെയ്യാവൂ. അതല്ലെങ്കിൽ ആ നോർമൽ ലോസിന്റെ യൂണിറ്റ്സിനെ ആര് അബ്സോർബ് ചെയ്യും? അല്ലെങ്കിൽ അതിന്റെ ചെലവിനെ ആര് അബ്സോർബ് ചെയ്യും? ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അബ്സോർബ് ചെയ്യും അല്ലെ? ഇവിടെ അബ്നോർമൽ ലോസോ അബ്നോർമൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ വാല്യൂ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ആണല്ലോ, ഇതിപ്പം അബ്നോർമൽ ലോസ് ഉണ്ടായി, നമ്മൾ അതിന്റെ വാല്യൂ സെപ്പറേറ്റ് ചെയ്താണ് കാണിച്ചത്. അല്ലെ? അതേപോലെ തന്നെ അബ്നോർമൽ ഗെയിൻ ഉണ്ടായി, അതിന്റെ വാല്യൂ നമ്മൾ സെപ്പറേറ്റ് ചെയ്താണ് കാണിച്ചത്. സിറ്റുവേഷൻ മനസ്സിലായി? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താ ഈ പറയുന്നത് പോലെ നോർമൽ ലോസ് സ്ക്രാപ്പ് വാല്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ ആക്ച്വൽ കോസ്റ്റിൽ നിന്ന് നമുക്കത് മൈനസ് ചെയ്യും. ഓക്കെ, അബ്നോർമൽ ലോസ് ആണെങ്കിലോ അബ്നോർമൽ ഗെയിൻ ആണെങ്കിലോ അതിന്റെ എമൗണ്ടിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മനസ്സിലായി? ഓക്കെ, സോ പ്രോബ്ലം ചെയ്ത് നോക്കുക. മെറ്റീരിയൽ തന്നെ 1-2-3 പ്രോബ്ലം കൂടെ ഉണ്ട്, നല്ലപോലെ ചെയ്ത് നോക്കുക. കാരണം പ്രോസസ് കോസ്റ്റിങ്ങിന്റെ ലാസ്റ്റ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത വീഡിയോ നമ്മൾ പറയാൻ പോണേ. സോ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ പറയുന്ന ബേസ് ക്ലിയർ ആവണം, എന്നാലേ ചെയ്യാവൂ. സോ 1-2-3 പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നതിന് ശേഷം നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, ബൈ.